ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ പിടിച്ചുടച്ചതിന് പിന്നാലെ മാധ്യമ ലോകത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും രാജിയും വരുന്നു. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന മാതൃഭൂമിയിൽ ഒരു സ്ത്രീയും സുരക്ഷിതയല്ലെന്നും ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമ പ്രവർത്തക സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഞ്ജന ശശിയാണ് മാതൃഭൂമി MD ശ്രേയസ് കുമാറിന് തുറന്ന കത്തെഴുതി രാജിവെച്ചത്. മാധ്യമ ലോകത്ത് വലിയ ചർച്ചയാണ് അഞ്ജനയുടെ രാജി. കഴിഞ്ഞ വേജ് ബോർഡ് സമരകാലത്തെ നാടുകടത്തലിന് നേതൃത്വം കൊടുത്ത സീനിയർ HR മാനേജർ ആനന്ദിനെതിരെയാണ് കത്തിൽ പ്രധാനമായും പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ മേലധികാരികൾക്ക് പരാതി നൽകിയെന്നതിന്റെ പേരിൽ 2 വർഷമായി അയാളിൽ നിന്ന് താൻ പീഡനം നേരിടുകയാണെന്ന് അഞ്ജന ശശി കത്തിൽ പറയുന്നു. താൻ രോഗിയാണെന്നിരിക്കെ മരുന്ന് കഴിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കുകയാണെന്നും ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഇയാൾ സ്വാധീനിക്കുകയും ചെയ്തു. അന്വേഷണ കമ്മീഷൻ തന്നെ വീണ്ടും അപമാനിച്ചു. ഇനി തനിക്ക് നിയമവഴിക്ക് പോവുകയല്ലാതെ നിവൃത്തിയില്ലെന്നും മാധ്യമപ്രവർത്തക പറയുന്നു. എഡിറ്റർ മനോജ് കെ ജാസും HR ആനന്ദും തമ്മിലുള്ള വ്യക്തിവിരോധത്തിന് തന്നെ ഇരയാക്കിയെന്നും തന്റെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഭവം പരാതിപ്പെട്ടതിന് പിന്നാലെ നിഷേധിച്ചെന്നും കത്തിൽ പറയുന്നു. മാതൃഭൂമിക്കുള്ളിൽ നിന്ന് പോരാടി നീതി ലഭിക്കാത്തതിനാൽ നിയമ പോരാട്ടത്തിനായി മാന്യമായി രാജിവെച്ചിറങ്ങി പുറത്തുനിന്ന് പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും ഇവർ വ്യക്തമാക്കുന്നു. മാതൃഭൂമി ഡയറക്ടർ MV ശ്രേയസ് കുമാറിന് അയച്ച രാജിക്കത്തിൽ താങ്കളുടെ പെൺമക്കളടക്കം ഒരു സ്ത്രീ പോലും മാതൃഭൂമിയിൽ സുരക്ഷിതരായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശാരീരിക സമ്പർക്കമില്ലാത്ത ഏതൊരു കയ്യേറ്റവും അശ്ലീലമായ ശരീരഭാഷയും വൃത്തികെട്ട ആംഗ്യവും പുച്ഛവും ഏത് ക്യാബിനിൽ വെച്ചും ഏത് പെൺകുട്ടിക്ക് നേരെ പ്രയോഗിക്കാമെന്ന ലൈസൻസ് മാതൃഭൂമിയിലെ മുഴുവൻ പുരുഷന്മാർക്കും നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള രേഖയാണെന്നും മാതൃഭൂമിയിലുള്ളതെന്നും കത്തിലുണ്ട്. 17 കൊല്ലമായി മാതൃഭൂമിയിലുള്ള തന്റെ പ്രൊമോഷൻ അടക്കം തടഞ്ഞതിന് നൽകിയ പരാതിയിൽ തന്നെ വീണ്ടും അപമാനിക്കുന്ന റിപ്പോർട്ട് ആരോപണ വിധേയൻ തന്നെ തയ്യാറാക്കിയെന്നും കത്തിൽ അഞ്ജന ശശി വ്യക്തമാക്കുന്നു.